ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരു പ്രത്യേകമായ അനുഗ്രഹം തമ്പുരാൻ ഇന്ന് നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ദിവസം സന്തോഷത്തോടെ ആരംഭിക്കട്ടെ. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം 1 യോഹന്നാൻ 1 അധ്യായം 1 വാക്യമായി. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 അധ്യായം 1 വാക്യമായി. The first letter of St. John, chapter 1, verse 1. അതിതായിരുന്നു. ഓർക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അത് ഓർക്കാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ പഠിക്കണം, ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം, അതായത് ഉൽപ്പത്തിയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വചനമാണ്. അതായത് ദൈവത്തിൻ്റെ വചനം ഒരിക്കലും വൃഥാവാകുന്നില്ല. മറ്റെന്ത് വൃഥാവായാലും, മനുഷ്യൻ്റെ പ്രവൃത്തികൾ വൃഥാവായാലും, ദൈവത്തിൻ്റെ ഒരു വാക്ക് പോലും വൃഥാവാകുന്നില്ല എന്ന് പറയുന്ന വചനം. അതിനൊരു എക്സാമ്പിൾ കൂടെ തന്നുകൊണ്ടാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. അതിതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം, അതിൻ്റെ 10 തിരുവചനമാണ്. The book of the prophet Isaiah, chapter 55, verse 10. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അതായത് മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, നമുക്കറിയാം. അത് തിരിച്ച് കയറി പോകുന്നില്ല. അത് താഴോട്ട് വരുമ്പോൾ അത് ഭൂമിയെ നനയ്ക്കുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. തമ്പുരാൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ഫലരഹിതമായി, അതിന് ഫലമുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾക്ക് ശക്തിയുണ്ട്, അതിന് പവറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. അത്ര ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനം. നമ്മൾ എന്ത് കാര്യം, ഇപ്പം നമ്മുടെ മക്കളൊക്കെ എക്സാമിന് പോകുമ്പോൾ എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് ഒരുപക്ഷെ നടന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു വാക്കും വൃഥാവായി പോകുന്നില്ല. മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു. Rain and snow comes down from heaven. ആകാശത്തു നിന്ന് വരുന്ന ഈ മഴയും മഞ്ഞും അത് ഭൂമിയെ നനയ്ക്കുന്നത് പോലെ, സസ്യങ്ങൾ മുളപ്പിക്കുന്നത് പോലെ, ഭക്ഷിക്കാൻ ആഹാരം തരുന്നത് പോലെ, വിതയ്ക്കാൻ വിത്ത് തരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കലും വൃഥാവാകുന്നില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണ്, ഒരിക്കലും തിരിച്ചു കയറി പോകുന്നില്ല. അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. അതിൻ്റെ ഉദ്ദേശം, ദൈവം എന്ത് കാര്യത്തിന് വേണ്ടി ഇതിനോട് സംസാരിച്ചുവോ അതിൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. അങ്ങനെ ഓരോ വചനങ്ങളും, ബൈബിളിലുള്ള, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരു വചനം പോലും വൃഥാവാകുന്നില്ല. അത് ജീവൻ്റെ വചനമാണ്, നിങ്ങളെ അനുഗ്രഹിക്കുന്ന വചനമാണ്.
ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്കുക, എടുത്ത് വായിക്കുക. അത് വായിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ.